മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയല്ല. ഇത് കാനഡയിൽ പോയപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അവിടുത്തെ ഒരു ജനവിഭാഗമുണ്ട്, അവിടെ താമസിക്കുന്ന ആമിഷ് എന്നാണ് ആ ഒരു ജനവിഭാഗത്തിൻ്റെ പേര്. അവരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനാബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗമാണ് ആമിഷുകൾ. ഇവർ അമേരിക്കൻ കുടിയേറ്റ കാലത്ത് 1693 യാക്കോബ് അമ്മാൻ എന്ന ഒരു സ്വിസ് പാദ്രിയുടെ നേതൃത്വത്തിൽ അനാബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽ നിന്നും വേർപിരിഞ്ഞ ഒരു ക്രൈസ്തവ സമൂഹമാണ്. ഇവരാണ് ആമിഷ് എന്ന് അറിയപ്പെടുന്നത്. അമേരിക്കയിലേക്ക് ഇവർ കുടിയേറി പാർത്തത് 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. ആമിഷുകൾ ഇപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല, കാനഡയിലും യൂറോപ്പിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. കാനഡയിൽ സൗത്ത് വെസ്റ്റേൺ ഒണ്ടാരിയോയിലാണ് ആമിഷ് ജനത താമസിക്കുന്നത്. അവിടെ ഒരു സെൻറ്റ് ജേക്കബ് വില്ലേജ് എന്ന് പറയുന്നിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. അത് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത്, ഈ കാണുന്നത് ആ ഒരു വില്ലേജാണ്. പിന്നെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് ആമിഷുകൾ. ഇവർ ഇപ്പം നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള യാതൊരു ടെക്നോളജിയും ഇവർ ഉപയോഗിക്കാറില്ല. ഇപ്പോഴും ഇവർ യാത്ര ചെയ്യുന്നത് കുതിരവണ്ടിയിലാണ്. ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർ ബസ് ട്രെയിനും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. കാനഡയിലെ ആമിഷ് ജനത ഓൾഡ് ഓർഡർ മെനോനൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ മൊബൈൽ ഫോണും അതുപോലെയുള്ള ടെക്നോളജി ഒന്നും ഉപയോഗിക്കാറില്ല. എളിമയും വിനയവും അച്ചടക്കവും ഒക്കെയുള്ള ഒരു ജീവിതമാണ് ആമിഷ് ജനതയുടേത്. ഇവരുടെ വസ്ത്രധാരണ രീതിയും തന്നെ വളരെ ലാളിത്യം നിറഞ്ഞതാണ്. അതുപോലെ കുടുംബത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് ആമിഷ് ജനത. വിശ്വാസമാണ് ആമിഷുകളുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലെന്ന് തന്നെ പറയാം. അതുപോലെ കുടുംബത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നവരുമാണ്. കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കുന്നതിനും അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുമാണ് ആമിഷ് പീപ്പിൾ. അവർ വിശ്വസിക്കുന്നത് ലാളിത്യം വിനയത്തിൻ്റെ പ്രതീകമാണെന്നാണ്. ബൈബിൾ കൽപ്പനകൾ അവർ ഗൗരവമായി എടുക്കുകയും അതനുസരിച്ച് ലൗകിക കാര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാനുമായിട്ട് അവർ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവരെപ്പോഴും ലളിതമായ ജീവിതം നയിക്കുന്നത്. വിശ്വാസം, കുടുംബം, സമൂഹം, ലളിതവും എളിമയുള്ളതുമായ ജീവിതം, ഈ 4 മൂല്യങ്ങളാണ് ആമിഷ് ജനത പിന്തുടരുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വില്ലേജ് ഏരിയയിൽ കൂടിയാണ്. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതലും ഗോതമ്പും ചോളവും ഒക്കെയാണ്. ഈ സെൻറ്റ് ജേക്കബ് വില്ലേജിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് കുതിരവണ്ടിക്ക് പോകാനുള്ള സ്ഥലമാണ് കേട്ടോ. ഈ റോഡിൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു ചെറിയ പാത, അത് ഇവരുടെ കുതിരവണ്ടിക്ക് പോകാനുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആമിഷ് പീപ്പിൾ കൂടുതലും യാത്ര ചെയ്യുന്നത് കുതിരവണ്ടിയിലാണ്. ഈ വില്ലേജിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. വളരെ മനോഹരമായ കൊച്ചു കൊച്ചു വീടുകളാണ് കാണാനുള്ളത്. കൃഷിസ്ഥലങ്ങൾ കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള വീടുകളാണ്. വീടുകളൊക്കെ അടുത്തടുത്താണുള്ളത്. അപ്പോൾ ആ ഒരു വില്ലേജ് ഏരിയ കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയ ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ഇതിപ്പോൾ സമയം രാവിലെയാണ്, സൂര്യൻ ഉദിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഇവരുടെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, സെൻറ്റ് ജേക്കബ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാനഡയിലെ പ്രശസ്തമായ ഒരു ഫാർമേഴ്സ് മാർക്കറ്റാണ് സെൻറ്റ് ജേക്കബ്സ് മാർക്കറ്റ്. 1975 8 കർഷകർ ചേർന്ന് തുടങ്ങിയതാണ് ഈ മാർക്കറ്റ്. അത് പിന്നീട് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുമായിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. എല്ലായിടത്തും ഇതുപോലെയുള്ള കൃഷിയിടങ്ങൾ കാണാം. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഗോതമ്പാണ്. പിന്നെ ചോളവും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ആപ്പിളും മുന്തിരിയും ഒക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഇടയ്ക്ക് മുന്തിരിത്തോട്ടം കണ്ടിരുന്നു, പക്ഷേ അതൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുമായിരുന്നു.
നമ്മളിപ്പോൾ സെൻറ്റ് ജേക്കബ് ഫാമേഴ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ പാർക്കിംഗ് നിറയെ വാഹനങ്ങളാണ്. ഈ മാർക്കറ്റിൽ നല്ല തിരക്കാണ്. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. കാനഡയിൽ ഒണ്ടാരിയോ പ്രൊവിൻസിലെ വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് 8 ഫാർമേഴ്സ് ചേർന്ന് 1975 ഈ മാർക്കറ്റ് സ്ഥാപിച്ചത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെക്കുന്ന ധാരാളം കടകളുണ്ട്. അതുപോലെ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ധാരാളം ക്രിസ്മസിൻ്റെ അലങ്കാര സാധനങ്ങളും ഒക്കെ ആയിട്ട് വിൽക്കാനായിട്ട് ഷോപ്പുകളുണ്ട്. ഇത് വിൻ്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുടെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ വാഹനങ്ങളിലാണ് കച്ചവടം നടത്തുന്നത്. ഈ കടകളും ഇവിടെ കച്ചവടം നടത്തുന്നതെല്ലാം തന്നെ ആമിഷ് പീപ്പിളാണ്. കാനഡയിലെ ഏറ്റവും വലിയ ഫാർമേഴ്സ് മാർക്കറ്റാണ് സെൻറ്റ് ജേക്കബ്സ് മാർക്കറ്റ്. നമ്മൾ ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അതാണ് അതിൻ്റെ എൻട്രൻസ്. ഈ മാർക്കറ്റ് വർഷത്തിലെ എല്ലാ തേഴ്സ്ഡേയും സാറ്റർഡേയും ഓപ്പൺ ആയിരിക്കും. അല്ലാതെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ ട്യൂസ്ഡേയ്സിലും ഓപ്പൺ ആയിരിക്കും. ഈ മാർക്കറ്റ് 1975 8 കർഷകർ ചേർന്ന് ഇത് നിർമ്മിക്കുമ്പം ഇത് ഈ ഒരു രൂപത്തിലായിരുന്നില്ല. ഇത് പിന്നീട് 1986 2 നിലകളിലായിട്ട് വുഡൻ ബിൽഡിംഗ് ആയിട്ട് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത്. ഇതിൻ്റെ താഴത്തെ നിലയിൽ പലതരത്തിലുള്ള ഫുഡ് സ്റ്റാളുകളാണ്. പല വെറൈറ്റി ഫുഡും നമുക്കിവിടെ കിട്ടും. ഇത് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേ നടന്ന് വീഡിയോ എടുക്കുന്നില്ല. ഒത്തിരി ആളുകൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാം. ഇവിടെ സ്റ്റെയർ കേസ് കയറി തന്നെ വേണം പോകാനായിട്ട്, അല്ലാതെ ലിഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ആമിഷ് പീപ്പിൾ ഇതുപോലെയുള്ള മോഡേൺ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാറില്ല. അവർ ആ പഴയ കാലത്തെ രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവർ ഭയങ്കര ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് വാങ്ങാം. ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഇതൊക്കെ താഴത്തെ ഫ്ലോറിലാണ്. പലതരം കേക്കുകളും ചോക്ലേറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ താഴെയാണുള്ളത്. നമുക്ക് ഈ സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് കയറി പോകാം. മുകളിലത്തെ നിലയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. കൊച്ചു കൊച്ചു ഷോപ്പുകളാണ്. അവിടെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ അലങ്കാര സാധനങ്ങളുണ്ട്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങണമെങ്കിൽ അതുമുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഞങ്ങളിവിടെ വന്നത് നവംബർ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അലങ്കാര സാധനങ്ങൾ ഒരുപാട് വിൽക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ഷോപ്പിലും തന്നെയുണ്ട്. ഈ ഒരു ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ വുഡിൽ തന്നെ പണിതിട്ടുള്ളതാണ്. അലങ്കാര സാധനങ്ങളുണ്ട്, ക്ലോക്ക്, അതുപോലെ കീ ചെയിന്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും.
ധാരാളം ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് എല്ലാ ഷോപ്പിൻ്റെയും അകത്തേക്ക് ഞാൻ കയറിയില്ല. ചിലതൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതുപോലെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ഷോപ്പുകളുണ്ട്. ഏതാണ്ട് 100-ലധികം ഫാമേഴ്സാണ് ഇവിടെ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ കച്ചവടം നടത്തുന്നത്. ഈ ഷോപ്പിൽ ഈ പല വലിപ്പത്തിലുള്ള ബോട്ടിലുകളിൽ വെച്ചിരിക്കുന്നത് മേപ്പിൾ സിറപ്പാണ്. മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബിൽഡിങ്ങിൽ കാണുന്നത് ലൈവ് സ്റ്റോക്കാണ്. അവിടേക്ക് നമുക്ക് കാണാനായിട്ട് കയറി പോകാൻ പറ്റത്തില്ല. അവിടെ ഒണ്ടേറിയോ ലൈവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവർ സഞ്ചരിക്കുന്ന കുതിരവണ്ടിയാണ് ഇവിടെ കാണുന്നത്. ഈ മാർക്കറ്റിലേക്ക് ഇവർ വരുന്നതും പോകുന്നതും ഒക്കെ ഇതുപോലെയുള്ള കുതിരവണ്ടികളിലാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. ഇവിടെ കുതിരകൾ മേഞ്ഞ് നടക്കുന്നത് കാണാം. വില്ലേജ് ഏരിയയിലേക്ക് പോകും തോറും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. മാർക്കറ്റ് കണ്ടിട്ട് ഞങ്ങൾ പോകുന്നത് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും തന്നെ ഇല്ല. മരങ്ങളൊക്കെ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ബോട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, വിൻ്റർ ആയതുകൊണ്ട്. ഞങ്ങൾ വെറുതെ അവിടെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരുമായിരുന്നു.
കാനഡയിലെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഞ്ഞ് കാണാനായിട്ടൊന്ന് രാത്രിയിൽ പുറത്തിറങ്ങിയതാണ്. തലേന്ന് രാത്രിയിൽ മഞ്ഞ് വീണതാണ് ഇവിടെയൊക്കെ. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിനി കാനഡയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി ഒന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ് രാവിലെ. കാനഡയിൽ നിന്നും കുവൈറ്റിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് നിറയെ മഞ്ഞുമൊക്കെ വീണ് ആകെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത് എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടൊറൻഡോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പാരീസ് വഴിയാണ് കുവൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ചാരിക്കിടന്ന് ഉറങ്ങാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങളും അവിടെ പറ്റിയിട്ട് സീറ്റ് പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ പാരീസിൽ എയർപോർട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഞാൻ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പാരീസിലെത്തി. ഇത് പാരീസ് എയർപോർട്ടാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് കുവൈറ്റ് എയർവേസിനാണ് നമ്മളിനി കുവൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ഇമിഗ്രേഷനാണ്. ഇവിടെ ഒരു 4 മണിക്കൂർ ലേവറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോർട്ടിനകത്തൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഇത് ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ മേളിലാണുള്ളത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിനടുത്തേക്ക് പോവുകയാണ്. കാനഡ യാത്രയുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് ലാസ്റ്റ് വീഡിയോയാണ് ഈ ഒരു ട്രാവൽ വ്ളോഗിലെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.